സോ കീം 2025 സ്റ്റുഡൻസ് ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു സംശയമാണ്, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിലും കിട്ടിയില്ലെങ്കിൽ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ കിട്ടിയ കോളേജ് നിലനിൽക്കുമെന്ന് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിൻ്റെ കൺസെപ്റ്റ് കൃത്യമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. കൺസെപ്റ്റ് മനസ്സിലാകത്താണ് പ്രശ്നം. നിങ്ങൾ എഞ്ചിനീയറിംഗിൽ പഠിക്കാൻ പോകുന്നു, ഒരുപാട് കൺസെപ്റ്റ് പഠിക്കാൻ വരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഞാനിവിടെ പറയാൻ പോകുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജിൽ കിട്ടി. അപ്പോൾ നിങ്ങൾ എന്താണ് അതിന് കൃത്യമായി ഫീസ് അടച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഓപ്ഷൻ എന്താണ് അവിടെ ഫിക്സ് ആയി. ഓക്കെ, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് നിങ്ങൾ എന്താണ് ചെയ്യുന്നത്? ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറെ കളർ എടുക്കാം. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കൺഫേം ബട്ടൺ അവിടെ കൊടുക്കുകയാണ്. എന്താണ്, ഞാൻ സെക്കൻഡ് അലോട്ട്മെൻറ്റിലോട്ട് പോകുന്നത്. കാരണം ഇപ്പോൾ ഫോർ എക്സാമ്പിൾക്ക് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയത് 1, 2, 3, 4 എന്നുള്ളത് നിങ്ങൾക്ക് തേർഡ് ഓപ്ഷനാണ് ഇപ്പോൾ കിട്ടിയെന്ന് ഇരിക്കുക. മേലെ 2 ഓപ്ഷൻസ് ഉണ്ട്. തൽക്കാലം നമുക്കത് CETയും GEC തൃശ്ശൂറുമായിട്ട് അസ്യൂം ചെയ്യാം. അപ്പോൾ നിങ്ങൾ അത് കിട്ടാൻ വേണ്ടിയിട്ട് കൊടുത്തു. അപ്പോൾ കൺഫേം കൊടുത്തപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്ക് യോഗ്യതനായി. അങ്ങനെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നു. പക്ഷേ നിങ്ങൾക്ക് എന്താണ്, പുതിയൊരു കോളേജും കിട്ടിയില്ല. ഒരു കോളേജ് മേലുള്ള CET GECനും കിട്ടിയില്ല. പക്ഷേ നിങ്ങൾ ഓൾറെഡി ഫീസ് അടച്ച തേർഡ് കോളേജ് TKM ആയിട്ട് കൂട്ടാം. TKMൽ നിങ്ങൾക്ക് ഓൾറെഡി അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ പിന്നെ നിങ്ങൾ എന്തിനാണ് നിങ്ങൾ ടെൻഷൻ അടിക്കുന്നത്? നിങ്ങൾക്ക് ഓൾറെഡി അവിടെ ഫിക്സ്ഡ് ആണ്, അത് ആർക്കും പോയില്ല. വൺസ് നിങ്ങൾ മനസ്സിലാക്കുക, വൺസ് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് GEC തൃശ്ശൂർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രം നിങ്ങൾക്ക് കിട്ടിയ തേർഡ് ഓപ്ഷൻ, അതായത് നിങ്ങൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയ കോളേജ് കിട്ടുകയാണെങ്കിൽ മാത്രം എന്താണ് നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് നഷ്ടമാവുള്ളൂ. അപ്പോഴാണ് അപ്പം സംഭവിക്കും, മേലുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കിട്ടി, താഴെയുള്ള മൂന്നാമത്തെ ഓപ്ഷൻ വേറെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് കിട്ടും. അതാണ് അതിൻ്റെ പ്രോസസ്സ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് കിട്ടി കൃത്യമായി ഫീസ് നടത്തിയൊരു കുട്ടിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജും കിട്ടിയില്ലെങ്കിൽ അയാൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയ കോളേജ് തന്നെ കിട്ടും. ഇതെല്ലാ അലോട്ട്മെൻറ്റിലും ഇതേപോലെ തന്നെയാണ്. ഒരു കാര്യം കൂടി ഞാൻ കൃത്യമായിട്ട് പറയാം. സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഒരു കോളേജ് പുതിയത് കിട്ടി, നേരിട്ട് കോളേജ് ഇപ്പോൾ ഫീസ് അടച്ചിട്ടില്ല, ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ഒന്നും ചെയ്തില്ല എന്നുണ്ടെങ്കിൽ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം, നിങ്ങൾക്ക് ഒരു കോളേജിലും കിട്ടാൻ പറ്റില്ല. ഫസ്റ്റ് അലോട്ട്മെൻറ്റ് കിട്ടിയെന്ന് പറയാമല്ലോ. കാരണം കൃത്യമായിട്ട് മനസ്സിലാക്കുക, ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് ഒരു കോളേജിൽ കിട്ടി, അത് തന്നെയായിരിക്കും സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടുന്നത്, വേറെ പുതിയതൊന്നും കിട്ടിയില്ല. അപ്പം നിങ്ങൾ എന്തായാലും നേരിട്ട് പോകണം. അപ്പോൾ നിങ്ങൾ സെക്കൻഡ് അലോട്ട്മെൻറ്റിലെ പ്രൊസീജിയർ ഫോളോ ചെയ്യണം. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. എന്ന് വെച്ചാൽ ഒന്നും കൂടി അവസാനമായിട്ട് പറഞ്ഞുതരാം. ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്കൊരു കോളേജ് കിട്ടി, അതേ കോളേജ് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം? ആ സെയിം കിട്ടിയ കോളേജിൽ തന്നെ നേരിട്ട് പോയി ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യണം. അത് എല്ലാവരും ചെയ്യണം. ഓക്കെ, അത് കൃത്യമായി മനസ്സിലാക്കുക. അപ്പോൾ ഡൗട്ടുകൾ ക്ലിയർ ആയല്ലോ. സോ നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ഹൈലി യൂസ്ഫുൾ വാട്സപ്പ് ബോട്ടുണ്ട്, എല്ലാവരും നോക്കട്ടോ. കമൻറ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും നിങ്ങൾക്ക് എന്താണ് കോളേജ് ദോസ്തിൻ്റെ ഒഫീഷ്യൽ വാട്സപ്പ് ബോട്ടിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഈ ലിങ്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരുപാട് കീം റിലേറ്റഡ് കാര്യങ്ങൾ, സെക്കൻഡ് അലോട്ട്മെൻറ്റ് പ്രോസസ്സ്, അഡ്മിഷൻ, അങ്ങനത്തെ ഒരുപാട് വെറൈറ്റി കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ ഉണ്ട്. ഇൻട്രസ്റ്റ് ഉള്ളവർ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് എൻറോൾ ചെയ്ത് നോക്കാം കേട്ടോ.